ഹലോ കൂട്ടുകാരെ, പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ നവ്യയുടെ കാര്യമാണ് കേട്ടോ ആദ്യം പറയുന്നത്. നവ്യക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ട്, അബിയെ ഓർത്തിട്ടാണ്. കാരണം അബിയെ മാത്രമേ എല്ലാവരും ഇങ്ങനെ ഒഴിവാക്കി നിർത്തുന്നു, അവനെ അവഗണിക്കുന്നു. എന്തിനും ഏതിനും അബിയെ മാത്രം കുറ്റപ്പെടുത്തുകയാണ്. അബി ചെയ്ത ചെറിയ തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിച്ച് അബിയെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കുകയാണ്. അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ നവ്യയ്ക്ക് സങ്കടം വരികയാണ്. അതേസമയത്ത് ആദർശ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് പോലും ആദർശിൻ്റെ ഒപ്പം എല്ലാവരും നിൽക്കുന്നുണ്ട്. ആദർശിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴും കമ്പനിയുടെ MD സ്ഥാനത്ത് തന്നെ ആദർശ് തുടരുന്നുണ്ട്. എന്നാൽ അബിക്ക് വേണ്ടത്ര പരിഗണനയൊന്നും ആരും കൊടുക്കുന്നില്ല. അപ്പം അവിടെ ഒരു ഇരട്ടത്താപ്പ് നയം കാണിക്കുന്നു, അബിയെ എല്ലാവരും അവഗണിക്കുന്നു എന്നൊക്കെയുള്ളൊരു രീതിക്കാണ് നമ്മുടെ നവ്യ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമാണ് നവ്യയ്ക്ക്. എന്നിരുന്നാലും അവസാനം നവ്യ തന്നെ മനസ്സിലാക്കുന്നുണ്ട് അബിയുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളതും അബിയാണ് ചതികളൊക്കെ ചെയ്തെന്നുള്ള കാര്യം നവ്യ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് നന്ദുവാണ്. നന്ദുവിൻ്റെ SI പവർ വെച്ചിട്ട് ഈ കാര്യങ്ങളുടെ എല്ലാം സത്യാവസ്ഥ നവ്യനെ അറിയിക്കുന്നുണ്ടെങ്കിലും നവ്യ അതൊന്നും തന്നെ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും അബിയെ സപ്പോർട്ട് ചെയ്താണ് നവ്യ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം സത്യങ്ങളെല്ലാം നയന തന്നെ തുറന്നു പറയുന്നുമുണ്ട്. പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട്. അതിൻ്റെ പേരിൽ അബിയുമായിട്ട് നല്ലൊരു വഴക്ക് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ആ വഴക്കൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് നമ്മുടെ നവ്യയ്ക്ക് അനഘയുടെ ഫോൺ കിട്ടുന്നത്. ആ ഫോൺ ഒന്ന് നവ്യ പരിശോധിച്ച് നോക്കുമ്പോഴേക്കും കുറേ കാര്യങ്ങൾ അതിൽ കാണുന്നുണ്ട്. ആ ഒരു വിവരങ്ങൾ നമ്മുടെ നവ്യ മുത്തശ്ശനെ അറിയിക്കുന്നുമുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തന്നെ കിട്ടിക്കഴിയുമ്പോഴേക്കും രാജാവാണെന്നുള്ളൊരു മട്ടിൽ തന്നെയാണ് കേട്ടോ അബി ആ ബ്രാഞ്ചിൽ പോയി ഇരിക്കുന്നത്. പക്ഷേ ആദർശും മുത്തശ്ശനും എല്ലാം നേരത്തെ കണക്ക് കൂട്ടി തന്നെ ഇവൻ ഈ ബ്രാഞ്ചിൽ മാനേജറായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും ശരിയായില്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് അബിയെ നോക്കാനും കൂടി വേണ്ടിയിട്ട് ഒരു മാനേജർ തന്നെ അവിടെ ഇവരെ നിയമിക്കുന്നുമുണ്ട്. അബിയുടെ കള്ളത്തരങ്ങളെല്ലാം അതുവഴി കണ്ടുപിടിക്കാമെന്നാണ് മുത്തശ്ശനും ആദർശും കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അയാളുടെ വീക്ഷണത്തിൽ അബി പല കള്ളത്തരങ്ങളും ആ ബ്രാഞ്ചിൽ നടത്തുന്നുണ്ട്. അബി ആണെങ്കിലും സ്റ്റാഫുകളോടൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. എല്ലാവരെയും വല്ലാതെ അങ്ങ് ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അബിയോട് താല്പര്യമില്ലാതാകുന്നുമുണ്ട്. അതുപോലെ തന്നെ അബിയുടെ പല കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കാൻ സ്റ്റാഫുകൾ അങ്ങ് നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഈ മാനേജർ അവസാനം കണക്കുകളൊക്കെ വന്ന് ക്രമപ്പെടുത്തുന്ന സമയത്ത് അബിയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കുകയാണ്. അബി ഒരുപാട് കള്ളക്കളികൾ ഇതിൽ നടത്തിയിട്ടുണ്ടെന്നും പല വകുപ്പുകൾ വഴി ഒരുപാട് പണം തട്ടിയെടുത്തിട്ടുണ്ടെന്നും കള്ളസ്വർണം കൊണ്ടുവന്ന് ടാക്സ് ഒക്കെ വെട്ടിച്ച് അവിടെ വെച്ച് തന്നെ ബിസിനസ് നടത്തിയിട്ടുണ്ടെന്നും ഒക്കെ അറിയുകയാണ്. ഇതെല്ലാം അയാൾ ആദർശിനോടും മുത്തശ്ശനോടും പറയുന്നുണ്ട്. ആദർശ് അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാ കണക്കുകളും ശരിയായിട്ട് തന്നെയാണോ നോക്കിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ മാനേജർ പറയുന്നുണ്ട്, അതെ സാർ, ഞാനെല്ലാം നോക്കി. സാറ് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ അനിയനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ടാണ് നോക്കിയെന്ന് പറയുകയാണ്. ആദർശ് ചോദിക്കുന്നുണ്ട്, അവൻ എന്തെങ്കിലും കള്ളത്തരങ്ങളോ തിരിമറികളോ വല്ലതും നടത്തിയോ ജ്വല്ലറിയിൽ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, തിരിമറികളേ ഉള്ളൂ, കുറേ കള്ളക്കണക്കുകളൊക്കെ കാണിച്ച് കുറേ പണം ഇവിടുന്ന് തട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ സാറിനോട് എനിക്ക് പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദർശ് ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. അല്ല, സാറിൻ്റെ അനിയനല്ലേ, നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളും കൂടിയല്ലേ അബി സാറ്, ഈ ഒരു ട്രസ്റ്റിലെ അംഗം കൂടിയല്ലേ. ഇത് പറയുമ്പോഴേക്കും എൻ്റെ ജോലി തന്നെ പോകുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ ആരെയും പേടിക്കേണ്ട, ഞാനല്ലേ നിങ്ങളെ നിയമിച്ചത്. ഇപ്പോൾ ഈ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ മുത്തശ്ശൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ പറയാമെന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ മാനേജർ പറയുന്നുണ്ട്, അത് പിന്നെ സാറേ, അബി സാറ് ഇവിടെ ഒരുപാട് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരുന്നുണ്ട്, ഓർണമെൻറ്റ്സ് ആക്കി നമ്മുടെ ജ്വല്ലറി വഴി സെയിൽ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടെ. അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള സ്റ്റാഫുകളെയും ആ സ്വർണ്ണപ്പണിക്കാരെയും നിർബന്ധിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അവരുടെ ജോലി നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരും അത് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇത്തരം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാനിത് പറയാൻ പേടിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് നിങ്ങളത് പറയേണ്ടതല്ലേ, പറയാതിരുന്നാൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ശരിയാവുന്നത്. കാരണം ഇതൊരു പോലീസ് കേസാവാനും അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാൻ ഇടയുണ്ട്. നമ്മുടെ ജോലിയുടെ പേര് തന്നെ ഇല്ലാതെ പോകൂലേ. മുത്തശ്ശനുമൊക്കെ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പേരും പ്രശസ്തിയൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതായി പോകൂലേ. അനന്തപുരിയിലുള്ള ആർക്കും ഒരു ചീത്തപ്പേര് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പോഴേക്കും ആ മാനേജർ പറയുന്നുണ്ട്, അതെ സാർ, എനിക്കറിയാം, എന്നാലും ഞാനിത് പറയുകയാണ്, അബി സാർ ഇങ്ങനെ കുറേ പണികളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റാഫുകളോടും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഈ ബ്രാഞ്ചിന് സ്റ്റാഫായിട്ട് നിൽക്കുന്ന പെൺകുട്ടികളിൽ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളോട് മാത്രമേ അബി സാർ ഇച്ചിരി മാന്യമായിട്ട് പെരുമാറുന്നുള്ളൂ. അല്ലാത്തവരോടെല്ലാം ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നതും അവരെ അകറ്റി നിർത്തുന്നുമുണ്ട്. അവരോടൊക്കെ ഒരു വെറുപ്പ് പോലെയാണ് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് സ്റ്റാഫിൻ്റെ ഇടയിലും ഒരു നല്ല അഭിപ്രായമൊന്നും ഇല്ലയെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിലപ്പെട്ടത് തന്നെയാണ്. ഇതിൻ്റെ പേരിൽ ഒരു അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഇത് കാരണമാകും. നമ്മുടെ ജ്വല്ലറി ഇത്രയും പേരും പ്രശസ്തിയും കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സ്വർണത്തിലും ആ ഒരു മൂല്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പം
ഇങ്ങനെയുള്ളൊരു ബ്രാഞ്ചിൽ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ഓർണമെന്റ്സ് ആക്കി വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ വലിയൊരു കേസാകേണ്ട വകുപ്പാണ്. ഇത് ഞാൻ മുത്തശ്ശനെ അറിയിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് മുത്തശ്ശനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, അബിയുടെ കാര്യം ഇത്തിരി കഷ്ടമാണ്. നമ്മളൊരു ബ്രാഞ്ചിന്റെ ചുമതല പൂർണ്ണമായിട്ടും അവനെ ഏൽപ്പിച്ചപ്പം അവൻ കമ്പനിയുടെ മുഴുവൻ MD ആയ മട്ടിലാണ് അവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. മറ്റു സ്റ്റാഫുകളോടും അവൻ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ ഇടയിൽ ഒരു അനിഷ്ടമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജ്വല്ലറിയിൽ ആ സ്വർണ്ണക്കടത്തിന്റെ ഏർപ്പാടൊക്കെ നടത്തുന്നത് ഇപ്പം അബിയാണെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ബോധ്യമായതല്ലേ. കാരണം അവൻ അവിടെ ചെയ്തതുപോലെ തന്നെ അവൻ ഏൽപ്പിച്ച ബ്രാഞ്ചിലും അതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അതുപോലെ തന്നെ കണക്കുകളിൽ ഒരുപാട് കൃത്രിമം കാണിക്കുന്നുണ്ട്. കള്ളക്കണക്കുകളൊക്കെ കാണിച്ച് ഒരുപാട് പണവും തട്ടുന്നുണ്ട്. അങ്ങനെയും അവൻ കുറേ പണം തട്ടിയെടുക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ബ്രാഞ്ചിന്റെ ചുമതല അവനെ ഏൽപ്പിച്ചത്. കാരണം ഇവന്റെ കള്ളത്തരങ്ങളൊക്കെ ഓരോന്നായിട്ട് പുറത്തു വരണമല്ലോ. അതിനൊക്കെ ഒരു തെളിവും കൂടെ വേണ്ടേ നമ്മുടെ കയ്യിലെന്ന് പറയുകയാണ്. ഇനിയിപ്പം അവിടുത്തെ കള്ളൻ ആരായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടല്ലോ മുത്തശ്ശ, അതും അഭി തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പം ആ ബ്രാഞ്ചിലും കള്ളക്കടത്ത് സ്വർണ്ണം ആരാ കൊണ്ടുവന്ന് ഓർണമെന്റ്സ് ആക്കി വിറ്റെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ടല്ലോ. അതിന്റെ പിന്നിലും അബിയുടെ കൈകൾ തന്നെ ആയിരിക്കും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതിലെനിക്ക് ഒരു സംശയവും ഇല്ല മുത്തശ്ശ, അത് ചെയ്തത് അബി തന്നെയാണ് ഇതിങ്ങനെ പറയുകയാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു തെളിവില്ലാതെ അവനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അത് തന്നെയല്ല, ഒരു പോലീസ് കേസ് ആകേണ്ട കാര്യം കൂടിയാണ് ഇത്. നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളതല്ലേ. അങ്ങനെയുള്ളപ്പം അവർ തന്നെയല്ലേ ഇത് അന്വേഷിച്ച് ഇതിന്റെ പ്രതി ആരാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അല്ലാത്ത പക്ഷം അവനും ജലജയപ്പച്ചിയും കൂടെ പറയും നമ്മൾ തന്നെ അവനെ മനഃപൂർവ്വം കുടുക്കിയതാന്നുള്ള കാര്യം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാകാൻ പേരും പ്രശസ്തിയൊക്കെ ഒറ്റയടിക്ക് തന്നെ ഇല്ലാതായി പോകും. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മൂർത്തീസ് ജ്വല്ലറിയിലെ ഇന്ന് വരെ ഒരു കലർപ്പും ഇല്ലാത്ത ശുദ്ധമായ സ്വർണ്ണമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തികളും ശുദ്ധമായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ മുത്തശ്ശ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുള്ളതല്ലേ. വേണ്ട വിധത്തിൽ അന്വേഷണങ്ങൾ നടത്തി സത്യങ്ങളൊക്കെ തെളിയിച്ചാലല്ലേ നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. കാരണം നന്ദുമോളുണ്ടല്ലോ, നന്ദുമോളുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. അവൾ നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ ജോയിൻ ചെയ്യുന്നതും. അങ്ങനെ നന്ദു ഇവിടെ ചാർജ് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ നീങ്ങുമെന്ന് പറയുകയാണ്. പഴയ SI അന്വേഷണമൊക്കെ മരവിപ്പിച്ച് വെച്ചേക്കുമല്ലേ. അതും അബിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ചെയ്താന്നാ എൻ്റെ ഒരു സംശയം. അതുകൊണ്ടാണ് ആ അന്വേഷണം ഒന്നും ആകാതെ പോയതും. ഇനിയിപ്പം നന്ദുമോൾ ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുഖം നോക്കാതെ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും. അപ്പം ആദർശം പറയുന്നുണ്ട്, നന്ദു അത് ചെയ്യും മുത്തശ്ശ, എനിക്ക് ഉറപ്പാ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ നന്ദു വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ നന്ദു അടുത്തുള്ള സ്റ്റേഷനിൽ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ നന്ദുവിനോട് പറയുന്നുണ്ട്, ഞാനാണ് അനന്തമൂർത്തിയാണെന്നൊക്കെ പറയുകയാണ്. അപ്പം നന്ദു ചോദിക്കുകയാണ്, അല്ല മുത്തശ്ശ, എനിക്ക് മനസ്സിലായി, മുത്തശ്ശൻ എന്തിനാണ് വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മോളെ, എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. മോള് നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ തന്നെ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് നമുക്കൊരു അഭിമാനവും കൂടെയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും മോളോട് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, ശരിയാ മുത്തശ്ശ, എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനും ഉണ്ടെന്ന് പറയുകയാണ്. എനിക്കറിയാം മോള് നല്ലപോലെ തന്നെ മോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം നിറവേറ്റും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു ഭീഷണിക്കോ പ്രലോഭനങ്ങൾക്കോ വഴങ്ങാതെ മോൾ ഏറ്റെടുക്കുന്ന കേസുകൾ വളരെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് നല്ലൊരു SI ആകണം. മോള് മറ്റുള്ളവർക്ക് മാതൃകയാകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ മോളെ, പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് മോളോട് വേറൊരു കാര്യം കൂടി സംസാരിക്കാനാണ്. നമ്മുടെ ജ്വല്ലറിയിൽ കണക്കിൽപ്പെടാതെ കുറച്ച് സ്വർണം കൊണ്ടുവന്ന് ആഭരണങ്ങൾ ഉണ്ടാക്കി വിറ്റു എന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അന്വേഷണവും നടക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി മൂർത്തിസ് ജ്വല്ലറി വഴി വിറ്റു എന്നാണ്. ഇങ്ങനെ ഒരു കള്ളത്തരം ആരാണ് ചെയ്തതെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാര്യം ജ്വല്ലറിയിലെ പല സ്റ്റാഫുകളെയും വിളിച്ച് ചോദ്യം ചെയ്തിരുന്നെങ്കിലും പഴയ സ്റ്റാഫുകൾ ആരും ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരൊക്കെ വിശ്വസ്തരാണ്. പിന്നെ പുതിയതായിട്ട് 1-2 പേരേ ഉള്ളൂ. അവരും അത് ചെയ്യാനുള്ള ചാൻസ് ഒന്നുമില്ല. എല്ലാവരെയും നമുക്ക് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്ത ആരാന്നുള്ളത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ കേസ് കൊടുത്തെങ്കിലും കേസിൻ്റെ അന്വേഷണം എങ്ങും എത്താതെ കിടക്കുകയാണ്. ആ SI ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അതും മരപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. ഇനിയിപ്പം മോളായിരിക്കുമല്ലോ ഈ സ്റ്റേഷനിലെ SI. അതുകൊണ്ട് ആ കേസിൻ്റെ അന്വേഷണം പുനരാരംഭിക്കുകയും വേണം. അതിൽ ആര് പ്രതി ആയാലും ആരുടെ മുഖം നോക്കാതെ ആ കുറ്റവാളിയെ കണ്ടെത്തുകയും വേണം. പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെങ്കിലും അവരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ അത് നമ്മുടെ ജ്വല്ലറിക്കും പാരമ്പര്യത്തിനും ഒക്കെ മോശപ്പേരുണ്ടാക്കുമെന്ന് പറയുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഉറപ്പായിട്ടും മുത്തശ്ശ, ഇന്ന് തന്നെ ഞാൻ ആ ഫയലൊക്കെ നോക്കുകയും ചെയ്യാം. അതിൻ്റെ പേരിലുള്ള അന്വേഷണം ഉടനെ തന്നെ ഞാൻ ആരംഭിക്കും. ആ പ്രതിയെ ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ നന്ദു ആകട്ടെ ആ ഒരു കേസിൻ്റെ ഫയലൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. പഴയ എസ് ഐ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ നന്ദുവും കൂടി ആ കേസ് അന്വേഷിക്കുകയാണ്. അങ്ങനെ നന്ദു ജ്വല്ലറിയിലേക്കും ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ആ സ്വർണ്ണപ്പണിക്കാരനെയാണ് നന്ദു ആദ്യം തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മാഡം. കുട്ടിയും ആ കുടുംബത്തിലെ തന്നെ അംഗമല്ലേ. മൂർത്തി സാറ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ അപ്പൻ അപ്പൂപ്പന്മാർ തൊട്ട് ഞങ്ങൾ ഈ സ്വർണ്ണക്കടയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതും. ഞങ്ങളെ അതുപോലെ മൂർത്തി സാറിന് വിശ്വാസമാണെന്ന് പറയുകയാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഒരു പണി ചെയ്യുമെന്ന് മൂർത്തി സാറോ അല്ലെങ്കിൽ ആരും തന്നെ വിശ്വസിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, മൂർത്തി സാറിന് നിങ്ങളെ വിശ്വാസമായിരിക്കും, പക്ഷേ എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസം പോരാ. നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരൊന്നും കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അയാളുടെ പരിഭ്രമവും പേടിയൊക്കെ കാണുമ്പോഴേക്കും നന്ദുവിന് സംശയമാവുകയാണ്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല മാഡം. ഞാനങ്ങനെ ആര് പറഞ്ഞാലും അതൊന്നും കേൾക്കാറില്ല മാഡം. മൂർത്തി സാറോ അല്ലെങ്കിൽ ആദർശ് സാറോ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. അവരോടും കൂടെ ചോദിച്ചു നോക്കൂ മാഡം. അവരോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട്, താൻ ഇത് ചെയ്തിട്ടില്ലെന്ന് അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ തന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആരാണെന്ന് കൂടി താൻ പറയണം. ആരെങ്കിലും തന്നെ ഇത് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചതാണോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആകെപ്പാടെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേട്ടോ. അയാൾ പിന്നെയും പിന്നെയും ഇങ്ങനെ പരിഭ്രമം കാണിക്കുന്ന കാണുമ്പോഴേക്കും നന്ദുവിന് കൺഫേം ആകുന്നുണ്ട്, ഇയാളെ കൊണ്ട് ആരോ ഇത് ചെയ്യിച്ചാണെന്നുള്ള കാര്യം തന്നെ. താൻ മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ തന്നെ തൂക്കിയെടുത്ത് ജയിലിലിടും എന്നൊക്കെ പറയുകയാണ് കേട്ടോ നന്ദു. അങ്ങനെ നന്ദുവിൻ്റെ ഭീഷണിപ്പെടുത്തലും ഒക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ആ പുള്ളിക്കാരൻ ഉടനെ തന്നെ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു, മക്കളുടെ പഠിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതുകൊണ്ടാണ് മാഡം ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടുനിന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴേക്കും അത് ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പണി പോയാലെന്ന് പേടിച്ചിട്ട് ഓടിയാ ഞാനിതൊക്കെ ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, അതാരാണ് തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. ആരാണെങ്കിലും നിങ്ങൾ സത്യം തന്നെ പറയും, നിങ്ങൾ ഈ ജ്വല്ലറിയിൽ നിന്ന് ആരും പുറത്താക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാമെന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട്, അതിനെന്നെ നിർബന്ധിച്ചത് അബിസാറാണ്. അബിസാർ നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരാളല്ലേ, പോരാതെ നിങ്ങളുടെ കുടുംബത്തിലെ ട്രസ്റ്റിലെ ഒരു അംഗം കൂടിയല്ലേ. അത് പിന്നെ അബിസാർ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അത് ചെയ്യില്ല എന്ന് കുറേ പറഞ്ഞതാണ്. എന്നിട്ട് പോലും അബിസാർ എന്നെ നിർബന്ധിപ്പിച്ചു. കുറച്ച് പണത്തിന് ആവശ്യം വന്നു, അപ്പോഴേക്കും ഞാൻ ആ പണം മേടിക്കുകയും ചെയ്തു. അതുപോലെ ജ്വല്ലറിയിലെ പണി പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞു. ആ സ്വർണം വെച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ഞാൻ തന്നെയാണ്, അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മനസ്സിൽ ഒരുപാട് വിഷമത്തോട് കൂടിയാണ് ഞാനിത് ചെയ്തതും. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഓ അപ്പോൾ അബിയാണല്ലേ ഇതിൻ്റെയൊക്കെ പുറകിലെന്ന്. അബിസാറിനെ ഞാൻ എന്നാൽ കണ്ടോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു നേരെ മുത്തച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അബിയാണ് ഇങ്ങനൊരു കാര്യം ചെയ്തെന്നുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് പുറത്ത് ലീക്കായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീഡിയാസൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അബിക്ക് ആകെപ്പാടെ മൊത്തത്തിലൊരു മോശപ്പേരാകും. അബിക്ക് മാത്രമല്ല അനന്തപുരിയിലെ എല്ലാവർക്കും അതൊരു മോശപ്പേരാകും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് മുത്തശ്ശൻ പറയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശനും പറയുകയാണ്, അതെന്തായാലും നിയമപരമായിട്ട് തന്നെ നമുക്ക് നീങ്ങണം. അബി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് മാത്രം അവനെ അതിൽ നിന്ന് ഒഴിവാക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അവനെ നമുക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. അതുകൊണ്ട് മോൾ അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തേക്കെന്ന് പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ ചെയ്തോളാം പറയുന്നുണ്ട്. ഇത് ആദർശമായിട്ട് സംസാരിക്കുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, അത് മോള് നിയമപരമായിട്ട് തന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ. അവൻ അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നാളിതുവരെ അവൻ ചെയ്ത പല കുറ്റകൃത്യങ്ങളും അവൻ്റെ ജീവിതം തകരാതിരിക്കാനായിട്ട് നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കുടുംബജീവിതമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നന്ദു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറയുകയാണ്. അങ്ങനെ നന്ദു തന്നെ അബിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അബിയാണെങ്കിലും ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അബി മുത്തച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മുത്തച്ഛ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തത്. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട്, ആദർശേട്ടൻ എന്നെ കുടുക്കിയതാണല്ലേ, എന്തിനാ ആദർശേട്ടൻ ഇങ്ങനെ എന്നോട് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആകെ ദേഷ്യപ്പെടുകയാണ് അബിയും. അപ്പോഴേക്കും നവ്യ ആ വീട്ടിലുണ്ട് കേട്ടോ. നവ്യ ഉടനെ തന്നെ വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു നീ കാണിക്കുന്നത്, എന്തിനാ ഇപ്പം നീ അബിയെ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പറയുകയാണ്, അത് പിന്നെ ചേച്ചി അബിയേട്ടനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അബിയേട്ടനാണ് ആ തെറ്റ് ചെയ്തെന്നുള്ളതിന് തെളിവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അബിയേട്ടനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, നിനക്ക് ജോലി കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു, എന്നിട്ട് നീ ആദ്യം തന്നെ വന്നിട്ട് എനിക്കിട്ടാണോ പാര പണിയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ചേച്ചി അബി തെറ്റ് ചെയ്തിട്ടുണ്ട്, കേസും കോടതിയൊക്കെ ആകുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. ഇതെൻ്റെ ഡ്യൂട്ടിയാണ് ചേച്ചി, ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്തത് ആദർശേട്ടൻ തന്നെയാണ്. അബിക്ക് ആ ബ്രാഞ്ചിന് ചുമതല കൊടുത്തതുപോലും ആദർശേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആദർശേട്ടൻ അബിയെ കുടുക്കിയത് തന്നെയാണെന്ന് പറയുകയാണ്. അതിന് നന്ദു നീയും ഇങ്ങനെ കൂട്ടു നിൽക്കാണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓ നിന്റെ നയനച്ചിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലേ നീ ഇതിന് കൂട്ടു നിന്നെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കൂടെ അബിയെ ചതിക്കുകയായിരുന്നു അല്ലേ.
ആദർശേട്ടൻ ചെയ്ത പോലെ ഒരു തെറ്റൊന്നും അബി ചെയ്തിട്ടില്ല. എന്നിട്ടും അബി എല്ലാവരും കൂടെ ചതിക്കായിരുന്നു അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ സമാധാനമായല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. നന്ദു ആണെങ്കിൽ അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടുന്ന് പിണങ്ങി ഇറങ്ങി പോവുകയാണ് നമ്മുടെ നവ്യ നന്ദാവനത്തിലോട്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് കനകയോടും ഗോമുദനോടും ഒക്കെ ആദർശിൻ്റെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആദർശും നയനയും കൂടെ കുടുക്കിയതാണ് അബിയെ. ആ പഴയ വൈരാഗ്യങ്ങളൊക്കെ അവളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനിപ്പോൾ അവൾ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് പറയുകയാണ് എല്ലാവരോടും. നയനയുടെ അറിവോട് കൂടി തന്നെയാണ് ഇങ്ങനൊരു കാര്യം അവർ പ്ലാൻ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ അങ്ങ് വിഷയം വലുതാക്കുകയാണ് നമ്മുടെ നവ്യ. കനകയാണെങ്കിലും ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് നയനേനെ വിളിക്കുന്നുണ്ട്. എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു ചതി ചെയ്തത്? അവളും ആവിയും കൂടെ ഒരു വിധത്തിലൊന്ന് സന്തോഷത്തിൽ ജീവിച്ച് വരികയായിരുന്നു. ആ സമയത്ത് തന്നെ ഇത് ചെയ്യണമായിരുന്നു നിനക്ക്. നിനക്ക് എന്തെങ്കിലും അവളോട് ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ നീ അതിന് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ആദർശ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും അതിന് കുട പിടിച്ച് തന്നെ നടക്കുകയല്ലേ നീ? ഇതിപ്പം നിന്റെ സ്വന്തം ചേച്ചിയോട് ഇങ്ങനൊരു ചതി നീ ചെയ്യണമായിരുന്നോ? ആദർശ് കുടുക്കിയതാണെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അവൻ ചെയ്ത തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവൻ അബിയെ കൊടുക്കുക തന്നെയാണ്. അത് തന്നെയാണ് സംഭവിച്ചെന്നൊക്കെ കനക പറയുകയാണ്. അങ്ങനെ ആദർശിനെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കനക. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് അങ്ങോട്ടേക്ക് സഹിക്കുന്നില്ല കേട്ടോ. എന്തായാലും വീട്ടിൽ ചെന്ന് എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. നവ്യജിയെ അറിയിക്കണം, അതുപോലെ തന്നെ അമ്മയും അച്ഛനൊക്കെ അറിയിക്കണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അബിക്ക് ജാമ്യമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അബിക്ക് ജാമ്യം കിട്ടി. അങ്ങനെ അബി തിരിച്ച് അനന്തപുരിയിലോട്ട് തന്നെ വരികയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ അബിയോട് പറയുന്നുണ്ട്, ഈ വീടിനകത്ത് കയറാൻ നിനക്ക് യോഗ്യതയില്ല. നിന്റെ ഭാര്യ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ വീട്ടിലോട്ട് പിണങ്ങിപ്പോയി. നീ വന്നു എന്നറിയുമ്പോഴേക്കും അവൾ തിരിച്ചു വരുമായിരിക്കും. അതുകൊണ്ട് മാത്രം നീ ഇനി ഇവിടെ നിന്നാൽ മതി. ഇതുപോലെ പല സത്യങ്ങളും ഇനിയും ഇവിടെ പുറത്തു വരാനുണ്ട്. അതുകൊണ്ട് ആ സത്യങ്ങളും കൂടെ പുറത്തായി കഴിഞ്ഞാൽ നീ ഈ പടിക്ക് പുറത്തു തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ജലജ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുകയാണ് കേട്ടോ. എൻ്റെ മോനെ എല്ലാവരും കൂടെ കൊടുക്കിയതാ. പണ്ട് മുതലേ അവനെ തന്നെയായിരുന്നു എല്ലാവരും ടാർഗറ്റ് ചെയ്തിരുന്നത്. അതെങ്ങനെയാ? അബി ഇവിടുത്തെ സ്വന്തം കൊച്ചുമോനൊന്നും അല്ലല്ലോ, അനാഥയായ എൻ്റെ മോനല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും അവനോടൊരു വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയല്ലേ നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അവനെ ഏൽപ്പിച്ചത് ആ കമ്പനിയുടെ MD ആയ ആദർശിനും അതുപോലെ അവൻ്റെ ഭാര്യയായ നയനയ്ക്കും ഒട്ടും സഹിച്ചിട്ടില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ അവനെ പെടുത്തിയതാ. അത് അവളുടെ അനീതിയെ ഇപ്പോൾ ആയല്ലോ, അവളെയും വെച്ചിട്ട് നയന തന്നെ കളിച്ച് കളിയായിരുന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എടി നീ ഇനി ഒരു വാക്ക് ഇവിടെ മിണ്ടി പോകരുത്. നിന്റെ മോൻ തെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നീ അവനെ സപ്പോർട്ട് ചെയ്താണോ സംസാരിക്കുന്നത്? നീ അങ്ങനെ ചെയ്താണ് അവൻ ഈ പരുവത്തിലായെന്ന് പറയുകയാണ്. അങ്ങനെ അബി ആണെങ്കിലും വീട്ടിലുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ നയനയാണെങ്കിലും നവ്യയോട് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ചെല്ലുമ്പോഴേക്കും തന്നെ നവ്യ നയനയുടെ നേരെ കിടന്ന് ചാടുന്നുണ്ട്. അവസാനം നയന പറയുന്നുണ്ട്, ചേച്ചി ഇത് എന്തറിഞ്ഞിട്ടായി കിടന്ന് ചാടുന്നത്? ജാമ്യം കിട്ടി അബി അനന്തപുരിയിലോട്ട് വന്നിട്ടുണ്ട്. ചേച്ചിയും കുഞ്ഞും കൂടെ അനന്തപുരിയിലോട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഇനി ഞാൻ വരില്ല അങ്ങോട്ടേക്ക്. ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ താമസിച്ചോളാം. നീയും ആദർശേട്ടനും ഞങ്ങളെ കൊല്ലാൻ പോലും മടിക്കില്ല. കാരണം അബിയും ഞാനും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് നിനക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. അതുപോലെ ആദർശ് ചെയ്ത കുറ്റം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ലേ അബിയുടെ തലയിൽ ഇങ്ങനെ ഒരു കുറ്റം ചുമത്തി കൊടുത്തത്? അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ചേച്ചി പല തെറ്റിദ്ധാരണകളിലും പുറത്താണ് പല കാര്യങ്ങളും പറയുന്നത്. ആദർശേട്ടന് ചേച്ചി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പിന്നെ തിരുത്തി പറയേണ്ടി വരും. അതൊന്നും ചേച്ചി മറക്കരുതെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഞാൻ എന്ത് തിരുത്തി പറയുന്ന നീ പറയുന്നത്? എനിക്കൊന്നും തിരുത്തി പറയേണ്ടി വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും നവ്യ ചൂടാകുന്നുണ്ട്. അങ്ങനെ നവ്യ ഇങ്ങനെ അതിര് കിടന്ന് ചൂടാവുന്ന കാണുമ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് ആകെ പിടിപെടുകയാണ്. നയന പറയുന്നുണ്ട്, ചേച്ചി മതിയാക്ക്, ഇനി ആദർശേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ആദർശേട്ടനല്ല തെറ്റ് ചെയ്തത്, അബി തന്നെയാണ് ഇവിടെയും തെറ്റ് ചെയ്തിട്ടുള്ളത്. ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല അബി തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കനക ഇടപെടുന്നുണ്ട്, നയനമോളെ നീ ഇപ്പം അത് മാറ്റി പറയാൻ നിൽക്കുന്നത്? ആദർശാണ് ആ ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം ആദർശനെ സംഭവിച്ച കാര്യമല്ലേ, പിന്നെ നീ എന്തിനാ ഇപ്പം മാറ്റി പറയുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയുകയാണ്, ഞാൻ അതങ്ങനെ മാറ്റി പറയുമൊന്നും അല്ല അമ്മേ, ഇതാ സത്യം. ചന്തുമോളുടെ അച്ഛൻ അബി തന്നെയാണ്. ഇവരുടെ ജീവിതത്തെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആദർശേട്ടൻ ആ തെറ്റ് ഏറ്റെടുത്തതെന്ന് പറയുകയാണ്. അബിയുടെ സ്വഭാവം പണ്ട് മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു. എന്നിരുന്നാലും അബി കുറച്ച് നാളായിട്ട് ചേച്ചിയും കുഞ്ഞിനെയും സ്നേഹിക്കുന്നുണ്ടല്ലോ. അത് ഈ ഒരു ചതിയുടെ പുറത്താണെങ്കിലും ചേച്ചിയും അവനെ ഇപ്പം വിശ്വസിക്കുന്നുണ്ടല്ലോ. ഈ ഒരു രീതിക്ക് അവർ സന്തോഷമായിട്ട് ജീവിച്ചു തുടങ്ങിയതല്ലേ. അവരുടെ സന്തോഷം നമ്മളായിട്ട് തല്ലിക്കെടുത്തണ്ട എന്നൊക്കെ ഓർത്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവരിൽ നിന്ന് മറച്ചു വെച്ചത്. ആ ഒരു തെറ്റ് ആദർശേട്ടനും ഞാനും കൂടെ മറച്ചു വെച്ചതെന്നൊക്കെ പറയുകയാണ്. മുത്തശ്ശനും ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതൊന്നും ആരെയും അറിയിക്കേണ്ട, കുറച്ച് നാൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകട്ടെ എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ആരോടും പറയാതിരുന്നത്. ചന്തുമോൾ ആരുടെ കുഞ്ഞാണെന്ന് തെളിയിക്കാനായിട്ട് DNA ടെസ്റ്റ് വരെ ഞങ്ങൾ നടത്തിയിരുന്നു. ഇതാണ് DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ അങ്ങ് നമ്മുടെ നവ്യയുടെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറേ നാൾ മുമ്പ് തന്നെ ഞങ്ങളുടെ കൈകളിൽ കിട്ടിയതാണ്. പക്ഷേ ചേച്ചിക്ക് ഒരുപാട് വിഷമമാകുമെന്ന് ഓർത്തിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് കേട്ടോ.
നയന പറയുന്നുണ്ട് വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും അച്ഛനും ഇളയച്ചനും അങ്ങനെ കുറേ പേരൊക്കെ ഈ സത്യങ്ങൾ അറിഞ്ഞാണ്. പക്ഷെ ആരും ഇത് വിളിച്ചു പോയി നടന്നില്ലെന്നേ ഉള്ളൂ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചേച്ചി ആദ്യം മനസ്സിലാക്കണം. ചേച്ചിയും കുഞ്ഞും അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ചേച്ചി ആ വീട്ടിൽ തന്നെ താമസിക്കണം എന്നുള്ളത് ഓർത്തിട്ടാണ്. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ചേച്ചിയും കുഞ്ഞും ആ വീട്ടിൽ നിന്ന് പിണങ്ങി പോകാൻ പാടില്ല എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഒരു ത്യാഗം സഹിച്ചെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നവ്യ പറയുന്നുണ്ട് എനിക്കിപ്പം അവന്റെ കൂടെ ജീവിക്കൊന്നും വേണ്ട, സന്തോഷമായി. അവൻ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു ചതി അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കിയതാണ്. പിന്നെ അവന്റെ പഞ്ചാര വാക്കിൽ ഞാൻ വീണു പോകുന്നതാണ്. ഇനിയിപ്പോൾ എന്നെ അതിന് കിട്ടത്തില്ല. പക്ഷേ ഞാൻ തൽക്കാലം അനന്തപുരിയിലേക്ക് വരും. എനിക്ക് അവനോട് 2 വാക്ക് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നവ്യ അനന്തപുരിയായിട്ട് കുഞ്ഞുമായിട്ട് വരികയാണ് കേട്ടോ. അബിയെ എല്ലാവരുടെ മുമ്പിൽ പിടിച്ചു നിർത്തിയിട്ട് അബിയെ ഇട്ട് പൊരിക്കുകയാണ് നവ്യ. നാണമില്ലല്ലോടാ നിനക്ക്, നീ ഇത്രയും ദുഷ്ടനായി പോയല്ലോ. ഈ നീ നീ ദുഷ്ടനാണെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. നീ ഒരു വഞ്ചകനാന്നുള്ള കാര്യവും അറിയാമായിരുന്നു. പക്ഷെ സ്വന്തം കുഞ്ഞിനെ തള്ളി പറഞ്ഞ് മറ്റൊരുത്തൻ്റെ തലയിൽ കെട്ടിവെച്ച് ഞെളിഞ്ഞ് നടക്കുന്നില്ലേ? അതും പോരാഞ്ഞിട്ട് ഇത്രയും നാളും അത് മനസ്സിൽ കൊണ്ട് നടന്ന് അഭിനയിക്കുകയും ചെയ്തില്ലേ നല്ലവനെ പോലെ? ഏതു നേരവും ആദർശേട്ടനെ കുറ്റം പറയുമ്പോൾ നിനക്കൊരു ഉളിപ്പ് തോന്നിയിട്ടുണ്ടോടാ? നിന്റെ കൊച്ചിനെ കണ്ട് അതിനെ ഒന്ന് സ്നേഹത്തോടെ എടുക്കാൻ പോലും നീ മനസ്സ് കാണിച്ചിട്ടില്ലല്ലോ. 24 മണിക്കൂറും ആ കുഞ്ഞിന്റെ കുറ്റങ്ങളല്ലാതെ നീ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്റെ കുഞ്ഞ് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നവ്യ. അങ്ങനെ ആകെ മൊത്തത്തിൽ നവ്യ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. അങ്ങനെ റൂമിലോട്ട് പോകുന്നുമുണ്ട്. നവ്യ കൂടി ഈ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയുന്നുണ്ട് ഇപ്പൊ എന്താണാവോ സംഭവിക്കുന്നത്, നവ്യ എന്ത് തീരുമാനമാണോ എടുക്കാൻ പോകുന്നതൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആദർശ് നയനയും പറയുന്നുണ്ട് ചന്തുമോള് ഞങ്ങളുടെ കുഞ്ഞായിട്ട് തന്നെ ഇവിടെ വളർന്നോട്ടെ. ചന്തുമോളെ ഇനി ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അത്രമാത്രം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. അവളില്ലാതെ ഞങ്ങൾക്ക് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല. അതുകൊണ്ട് ചന്തുമോളെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ ആദർശും നയനയും കൂടെ പറയുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞായിട്ട് തന്നെ ചന്തുമോള് ഒരു കുറവില്ലാതെ ഈ വീട്ടിൽ വളരും എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അങ്ങനെ നയന ചന്തുമോളെയും കൂട്ടി അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ്